60 വർഷം കൊണ്ടുള്ളതിൻ്റെ ഏതാണ്ട് രണ്ടിരട്ടിയിൽ കൂടുതൽ 10 വർഷം കൊണ്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ കേരളത്തിന് വലിയ കടബാധ്യതയുണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേന്ദ്ര സർക്കാരിന് കടമുണ്ട്, തമിഴ്നാട് സർക്കാരിന് കടമുണ്ട്, പഞ്ചാബിനുണ്ട് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ തിരിച്ചടയ്ക്കൽ ശേഷി എത്രയാണ്? ഈ ആസ്തികൾ വിൽക്കണമെന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ LDF-കാർ ഒക്കെ വിൽക്കുകയാണ് എന്ന് പറയുന്ന കാര്യമില്ല. അവരും വിറ്റിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആസ്തികൾ അവർ വിറ്റിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ സ്വർണത്തിന്റെ ഉപഭോഗം എത്ര കൂടി, സ്വർണത്തിന്റെ വില എത്ര കൂടി. പക്ഷെ സ്വർണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം ഫിക്സഡ് ആണ്. അത് പുനരുദ്ധീപിപ്പിക്കാൻ പറ്റുമോ? SC/ST ഫണ്ടിന്റെ വിനിയോഗം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ബാലഗോപാലിനും മിണ്ടിയിട്ടില്ല, ഐസക്കും മിണ്ടിയിട്ടില്ല, രാജീവും മിണ്ടിയിട്ടില്ല, ആരും മിണ്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അറിയാമായിരുന്നു കേരളം സാമ്പത്തികമായി വലിയ പിരിമുറുക്കത്തിലാണ്, അല്ലെങ്കിൽ കടത്തിന്മേൽ കടമാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ. പക്ഷെ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന പ്രതിപക്ഷം UDF പറഞ്ഞിരുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ബദൽ പദ്ധതികളുണ്ട്, കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ സഭയിൽ ധവളപത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDF കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ എത്രത്തോളം കടമാണ് കേരളത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്, അവരെന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്, ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകില്ലേ? ഇനി കേരളത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? കാര്യം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 ഗ്യാരണ്ടികൾ പറഞ്ഞു, പ്രകടന പത്രികയൊക്കെ നടപ്പിലാക്കാൻ വൈകുമോ എന്നൊരു ചോദ്യവും അതിനോടൊപ്പം ബദൽ പദ്ധതികളൊന്നും ഫലം കാണില്ലേ എന്നൊരു ആശങ്ക ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നില്ലേ ധവളപത്രം? തീർച്ചയായിട്ടും ധവളപത്രം യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നും അതിലില്ല. കാരണം മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത് 6 ലക്ഷം കോടി കടമുണ്ടെന്ന് പറഞ്ഞില്ലേ, 5 ലക്ഷമല്ലേ ഉള്ളൂ. ഈ 5 ലക്ഷം കോടി അത്ര ചെറിയ സംഖ്യയൊന്നുമല്ല. വളരെ ലളിതമായി പറഞ്ഞാൽ 1957 ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിൽ അധികാരം എടുക്കുന്നു. 56 മുതൽ 2016 വരെയുള്ള 60 വർഷം കേരളത്തിൻ്റെ മൊത്തം കടബാധ്യത 1.5 ലക്ഷം കോടിയാണ്. കാരണം 2014 തോമസ് ഐസക് അവതരിപ്പിച്ച സ്ഥിതിവിവര കണക്കുണ്ട്. 60 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം 1.5 ലക്ഷം കോടിയായെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് അത് 3.5 ലക്ഷം കോടി കൂടി. 1 ലക്ഷം കോടി ആവുകയല്ല. എന്ന് പറഞ്ഞാൽ 60 വർഷം കൊണ്ടുള്ളതിൻ്റെ ഏതാണ്ട് രണ്ടിരട്ടിയിൽ കൂടുതൽ 10 വർഷം കൊണ്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ കേരളത്തിന് വലിയ കടബാധ്യതയുണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കടബാധ്യതയുടെ പ്രശ്നം നമ്മൾ സാധാരണ നാട്ടുകാർ പറയണ മാതിരി കടം ഉണ്ടെന്നുള്ളൊരു നാണക്കേടല്ല. ഈ മുതലാളിത്തത്തിൻ്റെ ഫൈനാൻസിൽ കടം അങ്ങനെ കുഴപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ കേന്ദ്രത്തിന് കടമുണ്ട്, മറ്റവർക്ക് കടമുണ്ട്, ഇയാൾക്ക് കടമുണ്ട്, ഒക്കെ ഉണ്ട്. കടത്തിൻ്റെ പ്രധാന പ്രശ്നം പലിശ തിരിച്ചടവാണ്. പ്രത്യേകിച്ചും പലിശ. കടം ചിലപ്പോൾ ദീർഘകാല കടമായിരിക്കും, പക്ഷെ പലിശ അടയ്ക്കണ്ടേ. ഇപ്പോൾ ഒരു ബാലഗോപാൽ പറഞ്ഞു 20 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ട കടമാണ്. 20 വർഷം കഴിഞ്ഞിട്ട് കട അടച്ചാൽ മതി, പക്ഷെ 20 വർഷവും പലിശ അടച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ പലിശ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ മൊത്തം ചെലവിൻ്റെ അല്ലെങ്കിൽ വരവിൻ്റെ വരുന്നു, അല്ലെങ്കിൽ ചെലവിൻ്റെ വരുന്നു, ഇതാണ് പ്രധാനം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കടമുണ്ട്, തമിഴ്നാട് സർക്കാരിന് കടമുണ്ട്, പഞ്ചാബിനുണ്ട് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ തിരിച്ചടയ്ക്കൽ ശേഷി എത്രയാണ്? അപ്പോൾ റവന്യൂ വരുമാനത്തിൽ നിന്ന് കടം തിരിച്ചടച്ചു കഴിഞ്ഞ് മറ്റ് നിർബന്ധിത ചെലവുകൾ നമ്മൾ പറയും, ശമ്പളം, പെൻഷൻ, അങ്ങനെ, അത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ഇതാണ് ഒരു കടം ഇത്രയാവാം, കുഴപ്പമില്ല. പക്ഷേ പലിശ എത്രയാവാം? പിന്നെ പലിശ എല്ലാ വർഷവും കൊടുക്കേണ്ടതാണ്. അപ്പം ഇവിടെ ഈ 5.07 ലക്ഷം കോടി കടത്തിൻ്റെ പലിശ ഓരോ വർഷം കൊടുക്കേണ്ടി വരുമ്പോൾ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? ഇനി പുതിയ പദ്ധതികൾക്ക് കടം എടുക്കേണ്ടി വരുമ്പോൾ ഈ പലിശ കൂടുകയാണ്. കടം ഏതായാലും ഒരു ഗവൺമെന്റ് എടുക്കേണ്ടി വരും. ഞാൻ കടം എടുക്കേണ്ടി വരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. 60 കൊല്ലം കടം എടുത്തിട്ടുണ്ട് ഗവൺമെന്റുകൾ. അതുകൊണ്ടാണ് 1.5 ലക്ഷം കോടി വന്നത്. പക്ഷെ 3.5 ലക്ഷം കോടി അതിനെ 10 വർഷം കൊണ്ട് എടുത്തു എന്ന് പറയുമ്പോൾ ഒരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഈ കടത്തിൽ പെടാത്ത കുറെ കടങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കിഫ്ബി പോലെയുള്ള കടങ്ങളൊക്കെ ഇതിൽ പെടാതെ അധികമായിട്ടുള്ള കടമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൊടുത്തു തീർക്കാനുള്ളതും കടം തന്നെയാണ്. സർക്കാരിന് കൊടുത്തു തീർക്കാനുള്ളത് കടമാണ്. അതിൽ വരുമാനം കിട്ടുന്ന അതുവരെയുള്ളതിലേക്ക്.
ബജറ്റിൽ തന്നെ അല്ലെ, ധവളപത്രത്തിൽ പറഞ്ഞൊരു പ്രധാന കാര്യം 6322 കോടി രൂപ ഞങ്ങൾ പോരുമ്പോൾ ഖജനാവിലുണ്ട്. അതിന് സതീശൻ നല്ല മറുപടി പറഞ്ഞു. മെയ് 15 ആയപ്പോൾ അത് പോയി. കാരണം അതിന് പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ പോയി 2000 കോടിയായി. പിന്നെ മാത്രമല്ല, ഇപ്പോൾ 21,000 ശിഷ്ടം കോടി രൂപ ഈ മാസം കൊടുക്കണം. അതൊക്കെയാണ്. അത് മാത്രമല്ല, ആ കടം തന്നെ അവസാന ദിവസം എടുത്ത 2300 കോടി രൂപ മാർച്ച് അവസാനം. അപ്പൊ ചുരുക്കത്തിൽ ഒരു ആശങ്കയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആശങ്ക പുതിയ പദ്ധതികളെ പറ്റി മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി മാത്രമല്ല, ദൈനംദിന ചെലവുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് എത്ര പോകുമെന്ന ചോദ്യവുമുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി ഇവർ ഉറപ്പായിട്ട് കൊടുത്തേ പറ്റൂ. അത് KSRTCയിലെ സൗജന്യമാണെങ്കിലും, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണെങ്കിലും, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിലും, ആശമാരുടെ അതുപോലെയുള്ള ചെലവുകളൊക്കെ ഉണ്ട്. ഇത് കൊടുക്കാൻ കഴിയുമോ? ഇത് കൊടുക്കുകയാണെങ്കിൽ ഇവരെടുത്ത പോലെ വീണ്ടും കടമെടുക്കേണ്ടി വരുമോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ ധവളപത്രത്തിലില്ല. കാരണം ധവളപത്രം അത് പറയേണ്ട കാര്യമില്ല. ധവളപത്രം എന്ന് പറയുന്നത് സ്റ്റാറ്റസ് പേപ്പറാണ്. അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. അവസാനത്തെ ചാപ്റ്ററിൽ 1, 2, 3, 4 എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് UDFന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഉദാഹരണത്തിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വേണം, നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കണം, ആസ്തികൾ വിൽക്കണം. ഈ ആസ്തികൾ വിൽക്കണമെന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ LDFകാർ ഒക്കെ വിൽക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യമില്ല. അവർ വിറ്റിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആസ്തികൾ അവർ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ ടെൽക്ക് എന്ന് പറയുന്ന സ്ഥാപനം അങ്കമാലി, അവരുടെ ഭൂമി അവർ വിറ്റിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ മെട്രോയുടെ ആയി ബന്ധപ്പെട്ട് മെട്രോയ്ക്ക് എടുത്ത ലാൻഡ് വേറെ വിറ്റിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. PWD മെട്രോയ്ക്ക് കൊടുത്തു, മെട്രോ വേറെ ആൾക്ക് കൊടുത്തു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അത്തരത്തിൽ ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. VD സതീശൻ ഇതിന് മുമ്പ് പറഞ്ഞത്, ഇപ്പം എന്ത് പറയുന്നില്ല, മുമ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ബദൽ സാമ്പത്തിക പദ്ധതികളുണ്ട്. ആ ബദൽ സാമ്പത്തിക പദ്ധതികൾ എന്താണ്? അത് കേവലമായി ഏതെങ്കിലും സാധാരണക്കാരെ ബാധിക്കുന്ന നികുതി വർധനയല്ല. സാമ്പത്തിക വരുമാനം ഉണ്ടാക്കലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കലും രണ്ടും ഒരേ ഭാഗമാണ്. ശമ്പളത്തിന്റെയും പെൻഷന്റെയും ചെലവ് നമുക്കിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ല. കടവും കൂടി ചേർത്താൽ 77%. അത് റവന്യൂ വരുമാനത്തിന് 77% എന്നുള്ളത് ആർക്കും, അതിപ്പോൾ തൽക്കാലം ആർക്കും കടത്തിന്റെ പലിശ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെ നിയന്ത്രിക്കാം? അതൊരു ചോദ്യമുണ്ട്. അത് പൊളിറ്റിക്കലി സസ്റ്റൈനബിൾ ആണോ? ഇപ്പോൾ വന്നൊരു ഉദാഹരണം പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളതാണ്. പെൻഷൻ പ്രായം ഉയർത്തുമ്പോൾ കേരളത്തിൽ വലിയ വിവാദമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് ആലോചിച്ചത് ഐസക് 1 വർഷം കൂട്ടിയതാണ്. 55 ഉണ്ടായിരുന്നത് കൂട്ടിയതാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ 1 വർഷം കൂടി കൂട്ടുമോ? 2 വർഷം കൂട്ടുമോ? 1 വർഷം കൂട്ടിയാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ 1 വർഷം കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇനി അങ്ങനെയായിട്ട് കൂട്ടുമോ അതറിയില്ല. അപ്പോൾ കുറച്ച് പൈസ അതിൽ വരുമാനം കിട്ടും കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ഒരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നികുതി പിരിവിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കുറവുകൾ, ആ കുറവുകൾ നികത്തി കൂടുതൽ നികുതി വരുമാനം. സ്വർണം, അതാണ് സതീശൻ പറഞ്ഞൊരു ഉദാഹരണം. സ്വർണത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ 20 കൊല്ലമായി സ്വർണത്തിൽ നിന്ന് ഒരു നികുതിയെ കിട്ടുള്ളൂ, ഒരേ തുകയെ കിട്ടുള്ളൂ. പക്ഷെ കേരളത്തിലെ സ്വർണത്തിന്റെ ഉപഭോഗം എത്ര കൂടി, സ്വർണത്തിന്റെ വില എത്ര കൂടി. പക്ഷെ സ്വർണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം ഫിക്സഡ് ആണ്. അത് പുനരുദ്ധീപിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ വേറെ നികുതികളൊന്നും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. ഭൂനികുതിയൊക്കെ മാക്സിമം കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് മാക്സിമം LDF കൂട്ടിയിട്ടുണ്ട്. വെള്ളക്കരം കൂട്ടിയിട്ടുണ്ട്. ബസ് ചാർജ് വർധനയും കൂട്ടിയാൽ ഇത്രയും വരുമാനം ഉണ്ടാവുള്ളൂ. അതിനൊന്നും വലിയ റവന്യൂ വരും. KSRTCക്ക് ഒരു വരുമാനം ഉണ്ടാവാം, അതും വിവാദമാവും. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് ബസ് ചാർജ് കൂട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ പുതിയ വരുമാനം എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ബഡ്ജറ്റ് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ബഡ്ജറ്റ് വരികയാണ്. ഈ 19-ാം തീയതി ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കണമല്ലോ. അതിൽ വരവ് ചെലവ് കണക്കിൽ എവിടെയെങ്കിലും അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോജക്ട്സിൽ കാണിച്ച വരുമാനങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് മനസ്സിലായി.
കാരണം അത് കിട്ടും എന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രോജക്റ്റ് ഉണ്ടാക്കുക, അത് പാടില്ല. അതാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ചതി കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത് കിഫ്ബി വഴി നടപ്പാക്കുമ്പോൾ വളരെ 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 കേന്ദ്രീകൃതമായി 2 or 3 ജില്ലകളിലാവുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അത് പക്ഷേ അവിടെ വിമാനത്താവളങ്ങളുള്ളത് കൊണ്ടാണ് കൂടുതൽ വേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം SC/ST ഫണ്ടിൻ്റെ വിനിയോഗം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ബാലഗോപാലിനും മിണ്ടിയിട്ടില്ല, ഐസക്കും മിണ്ടിയിട്ടില്ല, രാജീവും മിണ്ടിയിട്ടില്ല, ആരും മിണ്ടിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എവിടെയാണ് കൂടുതൽ ആവശ്യമാവുക ചോദിച്ചാൽ അത് എറണാകുളത്തല്ല, കോഴിക്കോടും അല്ല, കണ്ണൂരും അല്ല, വയനാട്ടിലാവും, അല്ലെങ്കിൽ ഇടുക്കിയിലാവും, അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിലാവും. അപ്പോൾ ഈ ഏരിയകളിൽ വളരെ കുറച്ച് മാത്രം ചിലവാക്കുക കിഫ്ബി പോലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അത് പ്രാദേശികമായും സാമൂഹികമായും ഉള്ള ആ ഒരു വ്യത്യാസം അതൊക്കെ കിഫ്ബി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മറികടക്കണം. ഇത് മറികടക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രദേശത്ത് മാത്രം ചെയ്യേണ്ട ഒരു സാധനമല്ലോ കിഫ്ബി. മാത്രമല്ല കിഫ്ബി തന്നെ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കിഫ്ബി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബജറ്റിൽ നിന്നാണ്. പിന്നെ എന്തിനാ കിഫ്ബി? കിഫ്ബി ബജറ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാ കിഫ്ബി? കിഫ്ബി ചെലവാക്കിയ ഫണ്ടിൻ്റെ വലിയൊരു പങ്കും ഇതുവരെ ബജറ്റിൽ നിന്നാണ് കൊടുത്തത്, സർക്കാർ പേയ്മെൻറ്റാണ്. കിഫ്ബി ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പറഞ്ഞെന്താ, അവർ തന്നെ വരുമാനം കണ്ടെത്തിക്കോളും. ഈ ഇന്ധന സെസ്സം കൊടുത്താൽ ബാക്കി കാര്യം അവരേറ്റു, ബജറ്റിൽ നിന്ന് എടുക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് CAGയുടെ അക്കൗണ്ടിങ്ങിൽ അത് വരണ്ട എന്ന് LDF വാദിച്ചത്. പക്ഷെ ഇപ്പൊ ബജറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്പെൻസ് CAG അക്കൗണ്ട് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? CAG പരിശോധിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ CAGക്ക് പരിശോധിക്കേണ്ടി വരും. അത് പൊളിറ്റിക്കൽ പ്രശ്നമല്ല. ബജറ്റിൽ നിങ്ങൾ പൈസ എടുത്തിട്ടില്ലെങ്കിൽ പരിശോധിക്കേണ്ട, സമ്മതിച്ചു, വാദം. നമ്മൾ മാത്രമല്ല അവരെടുക്കുന്ന കടം സർക്കാരിനെ ബാധിക്കുന്നുമില്ല. പക്ഷെ അവർക്ക് എങ്ങനെ കടമെടുക്കാൻ പറ്റും? അവർക്ക് എന്താ ആസ്തിയുണ്ട്? അവർക്ക് എങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റും? അവർക്ക് എന്ത് ഇൻകം ഉണ്ട്? കിഫ്ബിയുടെ ഏത് പ്രോജക്റ്റാണ് ഇൻകം തരുന്നത്? അപ്പോൾ ഇടതുപക്ഷ അജണ്ട അത് ജനങ്ങളുടെ ക്ഷേമത്തിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഭാരം സംസ്ഥാന സർക്കാരിൻ്റെ വരവിൽ നിന്ന് നൽകേണ്ടി വരും. അതുകൊണ്ട് അത് അപ്പം കിഫ്ബി വേണോ? PWD ചെയ്താൽ പോരെ എന്ന ചോദ്യം വരില്ലേ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഈ കിഫ്ബി എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. കിഫ്ബിക്ക് ഇപ്പോൾ കൊടുക്കണ ഫണ്ട് കൊടുക്കണോ? നമ്മൾ നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊക്കെ സാമ്പത്തികമായ മൊത്തം അതിൻ്റെ ഘടനയെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യമുണ്ട്. എന്തായാലും വിസ്മയം എന്ന സതീശൻ്റെ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ. വിസ്മയങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക രംഗത്ത് ഉണ്ടായില്ലെങ്കിൽ കുറെ കാലമായി കേരളം വലിക്കും. പിന്നെ കേന്ദ്രത്തിൻ്റെ ചില പദ്ധതികൾ കിട്ടും എന്ന് പറയുന്നു. എനിക്കറിയില്ല അതിനെങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയം വരികയെന്ന്. ഏതായാലും അത്ര ശുഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ പെട്ടെന്നത് ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും.